തെരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിക്ക് പിന്നാലെ ബി.ജെ.പിയിൽ നേതൃത്വത്തിനെതിരെ കലാപക്കൊടി ഉയരുകയാണ്. സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വൻ പരാജയമാണെന്ന മുഖ്യ ആയുധവുമായി എതിർചേരി രംഗത്തിറങ്ങും. ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കാത്തതും സന്ദീപ് വാര്യരെ അവഗണിച്ച് പുറത്താക്കിയതും അടക്കം ഉയർത്തിക്കാട്ടിയാകും നേതൃത്വത്തിനെതിരായ വിമർശനം. പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന നീക്കത്തിൽ കുറഞ്ഞതൊന്നും എതിർക്കുന്നവർക്ക് മുന്നിലില്ല. വിശദമായ വിവരങ്ങൾ അമൽ തേരമ്പറമ്പിലായിരിക്കും വിവരങ്ങൾ നമ്മൾക്ക് തരിക. അമൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ബി.ജെ.പിയിലെ കാര്യങ്ങൾ എടുത്തു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകുന്നു എന്ന് തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലേ? കഴിഞ്ഞ ദിവസത്തെ കണക്കുകളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപക്ഷെ പാലക്കാട് മാത്രം നോക്കുകയാണെങ്കിൽ ബി.ജെ.പിയുടെ ചങ്ക് തകർന്നു പോയിട്ടുണ്ടാകും. തുടക്കം മുതൽ തന്നെ പല കാര്യങ്ങളും ചർച്ചയായിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഈ പറഞ്ഞതുപോലെ ശോഭാ സുരേന്ദ്രൻ, അതിനുശേഷം സന്ദീപ് വാര്യരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എങ്കിലും തെരഞ്ഞെടുപ്പിന്റെ തോൽവി അറിഞ്ഞതിന് ശേഷം അതൊക്കെ ഇനിയൊന്ന് മുഖവിലക്കെടുക്കേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതായത് ഇപ്പോൾ സുരേന്ദ്രന്റെ ഒരു സ്ഥാനം അത് തുലാസിലാണോ? ഏത് വിധത്തിലാണ് പടയൊരുക്കം? പാലക്കാട് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം മാരാർജിയുടെ കാലം തൊട്ട് ഇങ്ങോട്ടുള്ള സമയം പരിശോധിച്ചാൽ ഒരു ശക്തി കേന്ദ്രമാണ് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഏത് ഘട്ടത്തിലും അവർക്ക് ഒരു എ ക്ലാസ് മണ്ഡലമായിരുന്നു പാലക്കാട്. ആ പാലക്കാട് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ബി.ജെ.പിക്കാർക്ക് പോലും ഒരു പിടിയും കിട്ടുന്നില്ല. കാരണം ശോഭാ സുരേന്ദ്രൻ മത്സരിപ്പിച്ചപ്പോൾ പോലും 40,000 വോട്ട് അവിടെ ലഭിച്ചിരുന്നു. അത് 2016-ലാണ്. പക്ഷേ അതിനുശേഷം അവിടെ ഇ ശ്രീധരൻ മത്സരിക്കാനെത്തുമ്പോൾ രാജ്യത്ത് രണ്ടാം വട്ടം ബി.ജെ.പി അധികാരത്തിലെത്തി മോദിയുടെ നേതൃത്വത്തിൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് ശ്രീധരൻ മത്സരിക്കാൻ വരുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് നടന്ന തെരഞ്ഞെടുപ്പാണ് 2021. 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ ഉണ്ടായിരുന്ന വോട്ട് എന്ന് പറയുന്നത് 50,000-ന് മുകളിലാണ്. അത് 40,000-ൽ നിർത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. 39,000-ലേക്ക് ഇടിഞ്ഞു താഴ്ന്നു എന്ന് പറയുന്നത് അത്ര ചെറിയ കാര്യമായി കാണുന്നില്ല. മാത്രമല്ല, സ്ഥാനാർത്ഥി നിർണയം മുതൽ പാളി എന്നുള്ളതാണ് ബി.ജെ.പിക്ക് ഉള്ളിൽ ഉള്ള ചർച്ച എന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കണം എന്നൊരു ആവശ്യം അവിടെ ശക്തമായിരുന്നു. അങ്ങനെ ശോഭയ്ക്കൊപ്പമുള്ള ആളുകൾ സജീവമായി പ്രവർത്തിച്ചില്ല എന്നൊരു ആക്ഷേപം കൂടി ഉയരുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് എന്തുകൊണ്ട് കൃഷ്ണകുമാറിന് ഏത് തിരഞ്ഞെടുപ്പ് വന്നാലും കൃഷ്ണകുമാർ എന്നൊരു ആരോപണം സന്ദീപ് ഉന്നയിച്ചാണ് പുറത്തേക്ക് പോകുന്നത്. ഒരു തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ബി.ജെ.പി നേതാവ്, അത് ബി.ജെ.പിയുടെ വക്താവായിരുന്ന, ബി.ജെ.പിയുടെ നാവായിരുന്ന, തിളങ്ങി നിന്നിരുന്ന ഒരു നേതാവിനെ പുറത്തേക്ക് വിടുമ്പോൾ അത് തിരഞ്ഞെടുപ്പിന് ശേഷം എന്നുള്ള നിലയ്ക്കെങ്കിലും പിടിച്ചു നിർത്താമായിരുന്നു. അത് സന്ദീപ് പരസ്യമായി വിമർശനം ഉന്നയിച്ചതാണ്. പക്ഷേ അതിനുശേഷം സന്ദീപുമായി ചർച്ച നടത്താൻ പോലും തയ്യാറായില്ല എന്നൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ തോൽവി ക്ഷണിച്ചു വരുത്തി എന്നുള്ളതാണ് സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം വരുന്ന ആക്ഷേപം. ബി.ജെ.പിയെയും കോൺഗ്രസിനെയും CPM-നെയും സംബന്ധിച്ചാണ് എങ്കിൽ ചേലക്കര നിലനിർത്തി എന്നതുകൊണ്ട് CPM-നെ ആശ്വസിക്കാം, ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് പറയാം. പാലക്കാട് പിടിച്ചു, അതോടൊപ്പം തന്നെ അത്യാവശ്യം കൊള്ളാവുന്ന ഒരു ഭൂരിപക്ഷം വയനാട്ടിലുമുണ്ട്. UDF-ന് പിടിച്ചു നിൽക്കാം. പക്ഷേ അതല്ല ഈ ബി.ജെ.പിയിലെ അവസ്ഥ. ബി.ജെ.പിയിൽ സുരേന്ദ്രനെതിരെയുള്ള നീക്കം തുടങ്ങിയിട്ട് കുറച്ചധികം കാലമായി. അങ്ങനെ വി മുരളീധര പക്ഷത്തെ തകർക്കാൻ അല്ലെങ്കിൽ തീർക്കാനൊരു സമയം എന്നുള്ള നിലയ്ക്കാണ് എതിർചേരി ഈ ഒരു വിഷയത്തെ കാണുന്നത്. ഒന്ന്, സന്ദീപിനെ നിർബന്ധിച്ച് പുറത്താക്കേണ്ടിയിരുന്നില്ല, അതിൻ്റെ വീഴ്ച മുഴുവൻ സുരേന്ദ്രൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ളൊരു കാര്യം പറയുന്നു. അതോടൊപ്പം തന്നെ പാലക്കാട് കൃഷ്ണകുമാറിനെ സ്ഥാനാർത്ഥിത്വം തീരുമാനിച്ചതിലടക്കം സംസ്ഥാന നേതൃത്വത്തിന് വീഴ്ച സംഭവിച്ചു എന്നത് ചൂണ്ടിക്കാട്ടി കേന്ദ്ര നേതൃത്വത്തെ അടക്കം സമീപിച്ച് അടിയന്തരമായി തന്നെ ഒരു നേതൃമാറ്റം വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് നീങ്ങുകയാണ് സുരേന്ദ്രൻ്റെ എതിർചേരി. പൂജ, തീർച്ചയായും അമൽ, ഇപ്പോൾ കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 10,671 വോട്ടുകളുടെ കുറവാണ് മുൻ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ബി.ജെ.പിക്ക് കുറഞ്ഞിരിക്കുന്നത്. അതൊരു ചെറിയ കാര്യമേ ഇല്ല. കയ്യിലുള്ള നഗരസഭയിൽ ഇത്രത്തോളം വലിയ ചാഞ്ചാട്ടം ഉണ്ടായത് എന്തുകൊണ്ടാണ്, പലയിടത്തും എങ്ങനെ വോട്ട് കുറഞ്ഞു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ ചർച്ചയാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ ദിവസം ജില്ലാധ്യക്ഷൻ മുന്നിൽ നിന്ന് പറയുന്നുണ്ടായിരുന്നു, ഉത്തരവാദിത്തമെല്ലാം ഞങ്ങൾക്കാണ്, സ്ഥാനാർത്ഥി നിർണയത്തിൽ പാളിച്ച പറ്റിയിട്ടില്ല, കാര്യങ്ങളെല്ലാം പരിശോധിച്ച് തന്നെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞ സംസ്ഥാന നേതൃത്വത്തെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അതൊന്നും യാതൊരു തരത്തിലും ഏശില്ല എന്നുള്ള മട്ടിലേക്കാണോ നീക്കം? ഈ കലാപക്കൊടി ഉയർന്നു എന്ന് പറയുമ്പോൾ ഇനി മുന്നിലേക്ക് എങ്ങനെയായിരിക്കും ഓരോരുത്തരും ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരെ പ്രതികരിക്കാൻ പോവുക? കണ്ണാടിയിലും മാത്തൂരിലും പിന്നിൽ പോയത് ബി.ജെ.പിയെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞു നിൽക്കാൻ പറ്റുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പെരിയാരി പഞ്ചായത്തിലും പിന്നിൽ പോയ കാര്യത്തിൽ അവർക്ക് പറഞ്ഞു നിൽക്കാം. കാരണം കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊന്നും അങ്ങനെ നേട്ടമുണ്ടാക്കിയ സ്ഥലമല്ല. പക്ഷേ ബി.ജെ.പിക്ക് ഏറ്റവും കൂടുതൽ സംസ്ഥാനത്ത് ശക്തിയുള്ള സ്ഥലങ്ങളിലൊന്നായി വിശേഷിപ്പിക്കപ്പെടുന്നതാണ് പാലക്കാട് മുനിസിപ്പാലിറ്റി. പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ അധികാരമുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്താണ് ഈ പറയുന്ന വലിയ തോതിലുള്ള വീഴ്ച ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 1, 2, 3, 4, 5
റൗണ്ട് എണ്ണിക്കഴിയുമ്പോൾ ഷാഫി പറമ്പിൽ 5000 വോട്ടിന് പിന്നിലായിരുന്നു ഈ ശ്രീധരന്. അങ്ങനെയുള്ള ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള സ്ഥലത്ത് ഇത്തവണ ആദ്യത്തെ ഒറ്റ റൗണ്ടിൽ മാത്രമാണ്, അതായത് മൂത്താന്തര അടക്കമുള്ള കൽപ്പാത്തി അടക്കമുള്ള ആ ഒരൊറ്റ മേഖല എണ്ണുമ്പോൾ മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിഞ്ഞത്. പിന്നീടുള്ള ഒരു സമയത്തും മുന്നോട്ട് വരാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് എടുത്തു കാണേണ്ടത്. മാത്രമല്ല BJPക്ക് ഏറ്റവും ശക്തിയുള്ള സ്ഥലങ്ങൾ എണ്ണുമ്പോൾ പോലും രാഹുലുമായി തൊട്ടടുത്ത് നിൽക്കേണ്ടി വരുന്നു. ലീഡിലേക്ക് വരാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ രാഹുൽ ലീഡ് ചെയ്യുന്നു. ആ ഒരു അവസ്ഥയിലായിരുന്നു മുനിസിപ്പാലിറ്റിയിലെ പലയിടങ്ങളും. മുനിസിപ്പാലിറ്റി എണ്ണി തീരുമ്പോൾ രാഹുൽ ലീഡ് ചെയ്യുന്നതാണ് കാണുന്നത്. കഴിഞ്ഞ തവണ 5 റൗണ്ട് എണ്ണുമ്പോൾ ഷാഫി 5000 വോട്ടിന്, മുനിസിപ്പാലിറ്റി എണ്ണി തീരുന്ന സമയത്ത് ഷാഫി 5000 വോട്ടിന് പിന്നിലായിരുന്നു. ഷാഫി പരാജയപ്പെടുമോ എന്നുള്ള ആശങ്കയിൽ പോലും കോൺഗ്രസ് നിൽക്കുന്ന ഘട്ടത്തിലാണ് പിന്നീട് പിരായിരി പഞ്ചായത്തും അതോടൊപ്പം തന്നെ മൂത്താന്തറയും കണ്ണാടിയും ഒക്കെ എണ്ണുമ്പോൾ LDFും UDFും മുന്നോട്ട് വരുന്നതും ഷാഫി അവിടെ ഈ ശ്രീധരനുമായി വലിയ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ലീഡിൽ 3859 വോട്ടിന് വിജയിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ആ 3859 വോട്ട് എന്നുള്ളത് ലീഡ് കുറഞ്ഞില്ലെന്ന് മാത്രമല്ല, അത് 4 ഇരട്ടിയും 5 ഇരട്ടിയുമായി വർദ്ധിച്ചു എന്നുള്ളതാണ്. ശരിയാണ് അമൽ.